അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 4ാമത്തെ പാഠം ആദാബുൽ ഖലാ, മലമൂത്ര വിസർജന മര്യാദകൾ. 1. ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടക്കൽ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അത് അല്ലാഹു തആലയുടെ വലിയ നിഅമത്താണ്. നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്. വിസർജന മര്യാദകൾ പാലിക്കൽ ശുക്റിൻ്റെ ഭാഗമാണ്. വിസർജനത്തിന് പല മര്യാദകളുമുണ്ട്. 1. പാദരക്ഷ ധരിക്കുക, തല മറക്കുക, ആദരിക്കേണ്ടവ മാറ്റിവെക്കുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലിയ ശേഷം ഇടതുകാൽ ആദ്യം വെച്ച് പ്രവേശിക്കുക. ആരും കാണാത്ത വിധം മറഞ്ഞിരിക്കുക. 6. ഇരുന്ന് വിസർജനം നടത്തുക. 7. ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക. 8. ഇരിക്കുമ്പോൾ ആവശ്യാനുസൃതമല്ലാതെ വസ്ത്രം ഉയർത്താതിരിക്കുക. 9. വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ 3 മുഴത്തിനുള്ളിൽ മറയുണ്ടാവുക. 10. മറയില്ലാതെ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്താതിരിക്കുക. 11. ഇടതുകാലിൽ ഊന്നിയിരിക്കുക. 12. അനാവശ്യമായി വിസർജനാവയവങ്ങളിലേക്കും വിസർജ്യത്തിലേക്കും നോക്കാതിരിക്കുക. 13. അത്യാവശ്യത്തിനല്ലാതെ സംസാരിക്കാതിരിക്കുക. 14. ബ്രഷ് ചെയ്യൽ, മൊബൈൽ ഉപയോഗിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 15. ഇസ്തിബ്റാ ചെയ്യുക. 16. എഴുന്നേൽക്കുമ്പോൾ വസ്ത്രം അല്പാൽപമായി താഴ്ത്തിയിടുക. 17. വലതുകാൽ ആദ്യം വെച്ച് പുറത്തിറങ്ങുക. പുറത്തു വന്നാൽ ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സുൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നീ ദിക്റുകൾ ചൊല്ലുക. ഭാഗം 2. 18. കറാഹത്തായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. കെട്ടിനിൽക്കുന്ന ജലാശയം, കുറഞ്ഞൊഴുകുന്ന വെള്ളം, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ജനങ്ങൾ നടക്കുന്ന വഴി, ഫലം കായ്ക്കുന്ന മരച്ചുവട്, മാളം, ഉറച്ച സ്ഥലം, കാറ്റുവീശുന്ന സ്ഥലം, ഖബറുകൾക്കരികെ, കുളിമുറി, മസ്ജിദിൻ്റെ ചുമരിന് സമീപം എന്നിവിടങ്ങളിൽ വിസർജനം കറാഹത്താണ്. 19. ഹറാമായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. ഭക്ഷണം, എല്ല്, ഖബർ, ആദരണീയ വസ്തുക്കൾ, നബിമാരുടെ ഖബറിനു സമീപം, മസ്ജിദ് എന്നിവിടങ്ങളിൽ വിസർജനം ഹറാമാണ്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, പഴം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, ജലാശയം എന്നിവയിൽ വിലക്കുണ്ടെങ്കിൽ വിസർജനം ഹറാമാണ്. മറയില്ലാതെ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്തുന്നതിനും അതേ വിധിയാണ്. 20. തെറിക്കുമെന്ന് ഭയന്നാൽ വിസർജന സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ശൗചം ചെയ്യാതിരിക്കുക. 21. ശൗചം ചെയ്യുന്നത് ഇടതു കൈകൊണ്ടായിരിക്കുക. 22. കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചിക്കുമ്പോൾ 3 തവണയാവൽ നിർബന്ധമാണ്. എന്നിട്ടും ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവണം. ശുദ്ധിയായാലും ഒറ്റയായ എണ്ണത്തിൽ അവസാനിപ്പിക്കൽ സുന്നത്താണ്. 23. ശൗചം ചെയ്യുന്നത് വെള്ളം കൊണ്ടാണെങ്കിൽ മുൻദ്വാരത്തെയും കല്ലുകൊണ്ടാണെങ്കിൽ പിൻദ്വാരത്തെയും മുന്തിക്കുക. ഇനി അവിടെ ഈ പാഠത്തിൽ പ്രത്യേകം പഠിക്കേണ്ട ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ആഫിയത്തിന് ആരോഗ്യത്തെ ചോദിക്കുന്നു, അതുപോലെ തന്നെ മുആഫാത്തിനെയും ചോദിക്കുന്നു, രോഗം, വിപത്ത് മുതലാവയിൽ നിന്നുള്ള സംരക്ഷണവും ചോദിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിനും സ്ഥിരമായിട്ട്. ഇൻഷാ അല്ലാഹ് അതിന് ഖുറാസത്തു തദ്രീബ് നോക്കി തദ്രീബാത്തുകൾ നമുക്ക് ചെയ്യാം. അദ്ദർസു റാബി അൽ വാഹിദത്തു റാബിയ, 4ാമത്തെ യൂണിറ്റ്, ആദാബുൽ ഖലാ. ആദ്യം കാണാം. 1. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. വിസർജന സ്ഥലത്തേക്ക് കയറും മുമ്പ് മാറ്റി വെക്കണം എന്ത്? ഉത്തരം ആദരിക്കേണ്ടവ.
2 വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ എത്ര അകലത്തിൽ മറയുണ്ടാവണം? 3 മുഴത്തിനുള്ളിൽ. 3 വിസർജിക്കുമ്പോൾ ഉയർന്നിരിക്കണം എങ്ങനെ? ഇടതുകാലിൽ. ഊന്നിയിരിക്കണം എങ്ങനെ? ഇടതുകാലിൽ. 4 കുളിമുറിയിൽ വിസർജിക്കുന്നതിൻ്റെ വിധി കറാഹത്ത്. 5 ഭക്ഷണത്തിൽ വിസർജിക്കുന്നതിൻ്റെ വിധി ഹറാം. ഇനി രണ്ടാമത്തെ കാണാം, നുക്മിലു നഷ്റഫുൽ മഅന. അവിടെ പൂരിപ്പിച്ച് അർത്ഥം എഴുതുക. 1 ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഡാഷ് വൽ ഖബായിസ് ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അള്ളാഹുവെ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. 2 ഗുഫ്റാനകൽ ഹംദു ഡാഷ് വഅഫാനി ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ബുദ്ധിമുട്ടുകൾ നീക്കി എനിക്ക് സുഖം നൽകിയ അള്ളാഹുവിന് ആണ് സർവസ്തുതിയും, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. ഇനി മൂന്നാമത്തത് അല്ലാഹുമ്മ തുഹിർ ഡാഷ് മിനൽ ഫവാഹിഷ് അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ്. അള്ളാഹുവെ കാപട്യത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, തെറ്റുകളിൽ നിന്ന് എൻ്റെ ഗുഹ്യഭാഗത്തെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇനി മൂന്നാമത്തെ കാണാൻ നുജീബ് ഉത്തരം എഴുതുക. 1 വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. 2 വിസർജിക്കുമ്പോൾ നോക്കരുത് എവിടേക്കെല്ലാം? വിസർജനാവയവങ്ങളിലേക്കും വിസർജ്യത്തിലേക്കും. 3 വിസർജിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ ബ്രഷ് ചെയ്യൽ, മൊബൈൽ ഉപയോഗിക്കൽ. 4 വിസർജിച്ചു പുറത്തിറങ്ങിയ ശേഷം ചൊല്ലേണ്ട 2 ദിക്റുകൾ ഏതെല്ലാം? ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ്. 5 വിസർജിച്ച സ്ഥലത്ത് വെച്ച് ശൗചം ചെയ്യരുത് എപ്പോൾ? തെറിക്കുമെന്ന് ഭയന്നാൽ. 6 ശൗചം ചെയ്യുന്ന എണ്ണം ഒറ്റയാക്കണം എപ്പോൾ? കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചിക്കുമ്പോൾ. ഇനി നാലാമത്തെ വർക്കാണ് തഖ്സീസ്. 1 വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന സിംബലുകൾ വെച്ച ചാർട്ട് തയ്യാറാക്കുക, കൂട്ടുകാർ തയ്യാറാക്കുക. 2 വിസർജനം ഹറാമായ സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നമുക്ക് പുസ്തകത്തിൽ തന്നെ അത് കണ്ടെത്താം. ഭക്ഷണം, എല്ല്, ഖബറ്, ആദരണീയ വസ്തുക്കൾ, നബിമാരുടെ ഖബറിനു സമീപം, മസ്ജിദ് എന്നിവിടങ്ങളിൽ വിസർജനം ഹറാമാണ്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, പഴം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, ജലാശയം, മറയില്ലാതെ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ, ഇതെല്ലാം വിസർജനം ഹറാമായ സ്ഥലങ്ങളാണ്. ഇനി കിതാബത്തിൽ ഇളാഫിയ കാണാം. അവിടെ എന്തെങ്കിലും ഉസ്താദ് പ്രത്യേകം പറയുകയാണെങ്കിൽ കൂട്ടുകാർ അത് എഴുതി കൊടുക്കുക, പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.